നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 12, 2026 തിങ്കൾ. അങ്ങനെ തുടർച്ചയായിട്ട് ഒരാഴ്ചത്തെ നഷ്ടത്തിന് ശേഷം ഈ ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനായ ഇന്ന് വീണ്ടും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായി. മാത്രവുമല്ല, മാർക്കറ്റ് ഇന്ന് ഹൈലി വോൾട്ടൈലുമായിരുന്നു. തുടർച്ചയായി ഒരാഴ്ചത്തെ നഷ്ടത്തിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. തുടർന്ന് മാർക്കറ്റ് ദുർബലമാകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. തൽഫലമായി രാവിലെ 11:20 നിഫ്റ്റിക്ക് 25,500 എന്ന സൈക്കോളജിക്കൽ ലെവലും ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോകേണ്ടി വന്നെങ്കിലും ഉടനടി തന്നെ 25,473 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. ഇതിനുള്ള പ്രധാന കാരണം ഇന്ന് ഇന്ത്യ US ട്രേഡ് ഡീലിനെ കുറിച്ച് വന്ന പുതിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. ഇതിനെ തുടർന്ന് വീണ്ടും 25,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ അരമണിക്കൂർ കൊണ്ട് തന്നെ നിഫ്റ്റിക്ക് മറികടക്കുവാനും സാധിച്ചു. പിന്നീട് തുടർന്ന് മാർക്കറ്റിലുണ്ടായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് 25,813 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിടുകയുണ്ടായി. എങ്കിലും 106 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,790 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കുവാനായി. മാത്രവുമല്ല, ഇന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഡേ ലോയിൽ നിന്നും ഏകദേശം 300-ലേറെ പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. സെൻസെക്സിന് 301 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 198 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1026 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1871 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ മെറ്റൽ ഇൻഡെക്സിന് 1.5% നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഓട്ടോ, IT, ക്യാപിറ്റൽ ഗുഡ്സ്, ഫാർമ, മീഡിയ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 2% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല, ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് നഷ്ടം തുടരുക തന്നെയുണ്ടായി. തൽഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.7% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. കോൾ ഇന്ത്യ, ട്രെൻഡ്, ഏഷ്യൻ പെയിന്റ്സ്, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഐഷ മോട്ടോഴ്സ്, ഇൻഫോസിസ്, ബജാജ് ഫൈനാൻസ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നത്തെ ട്രേഡിംഗ് സെഷന്റെ ആദ്യഘട്ടത്തിൽ നേരിയ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും ആ നഷ്ടങ്ങളെയൊക്കെ നികത്തിക്കൊണ്ട് ഇന്ന് ഫ്ളാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലായ 90.16 എന്ന ലെവലിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. സർക്കാർ കരാറുകൾക്കായി ചൈനീസ് കമ്പനികൾ ലേലം വിളിച്ചേക്കാം എന്നുള്ളതിനാൽ തന്നെ ഇന്ന് BHEL, ഹിറ്റാച്ചി എനർജി, മറ്റ് മൂലധന വസ്തുക്കളുടെ ഓഹരികളിൽ ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും തുടർച്ചയായിട്ടുള്ള ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. US നീതിന്യായ വകുപ്പ് ഫെഡറൽ റിസർവിനെ ക്രിമിനൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഫെഡിന്റെ പോരാട്ടവും മാത്രമല്ല ഇറാനിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്താലും ഇന്ന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ വൻ കുതിച്ചുചാട്ടം തന്നെ നടത്തുകയുണ്ടായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ക്ലോസിംഗ് ബേസിസിൽ കാര്യമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഇന്നത്തെ ഡേ ലോയിൽ നിന്നും സെൻസെക്സിന് ഏകദേശം 1000 പോയിന്റുകളുടെയും നിഫ്റ്റിക്ക് 300-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്ന് രാവിലെ 11:30 യുഎസിന്റെ ഇന്ത്യയിലുള്ള അംബാസിഡർ സെർജിയോ ഗോർഗർ പുതിയ ഒരു കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ഇന്ത്യ US വ്യാപാര ചർച്ചകൾ നാളെ ജനുവരി 13 നടക്കും. അതുകൂടാതെ US നയിക്കുന്ന പാക്സ് സിൽക്കയിൽ ഇന്ത്യ അടുത്ത മാസം ചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. മാത്രമല്ല, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന രാജ്യത്തിന് ഇന്ത്യയേക്കാൾ അത്യാവശ്യമായ ഒരു പങ്കാളിയില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് US അംബാസിഡറിന്റെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടി തന്നെ അതിന്ന് ഇന്ത്യൻ വിപണിയെ ഉത്തേജിപ്പിക്കുക തന്നെ ഉണ്ടായി. മാത്രവുമല്ല, ഇരു രാജ്യങ്ങളും തമ്മിൽ സജീവമായിട്ടുള്ള ഇടപെടലുകൾ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ US അംബാസിഡറിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് നാളെ ഇന്ത്യയും USഉം തമ്മിൽ വീണ്ടും വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുമുള്ള പ്രതീക്ഷ വന്നതിനെ തുടർന്ന് മാർക്കറ്റിന്റെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ വീണ്ടും കുതിച്ചുയർത്തുവാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണമായതാണ്. തുടർച്ചയായ ഒരാഴ്ചത്തെ നഷ്ടത്തിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് വീണ്ടും നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചത്. ഇതിനു പുറമെ ഒരാഴ്ചയിലേറെ കാലം കൊണ്ട് അതിശക്തമായ കറക്ഷൻ നേരിട്ട ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് പല ക്വാളിറ്റി സ്റ്റോക്കുകളിലും സെക്ടേഴ്സിലും വാല്യൂ ബൈയിങ്ങും പ്രകടമായിരുന്നു. കാരണം നമ്മൾ
മുൻപ് കണ്ട US പ്രതിനിധിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നതിനെ തുടർന്ന് മാർക്കറ്റിന്റെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ തിരിച്ചുപിടിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് ഇതുകൂടാതെ മാർക്കറ്റ് ഓവർസോൾഡ് സിറ്റുവേഷനിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രിഗർ വന്നപ്പോൾ അത് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുവാനും സഹായകമായി മാറുകയുണ്ടായി. ഇതുകൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് ഫ്ളാറ്റ് ആയിട്ടാണെങ്കിലും അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുവാൻ സാധിച്ചതും, കൂടാതെ അവസാന ട്രേഡിംഗ് സെഷനിൽ 6% ഉയർച്ച ക്ലോസിംഗ് ബേസിസിലും കഴിഞ്ഞ ആഴ്ച കൊണ്ട് മാത്രം 10% ഉയർച്ചയും രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്നും മാർക്കറ്റിന്റെ ആദ്യഘട്ടത്തിൽ 8% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് കൂൾ ഓഫ് ആയതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി മാറുകയുണ്ടായി. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിലും കണ്ടിരുന്നു. ഇന്ന് രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ വർധനവാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. എങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് സമയത്ത് ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%യും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.25% ഇടിവ് നേരിട്ടതും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് ഗുണകരമായി തന്നെ മാറി. ഈ കാരണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ US ട്രേഡ് ഡീലിന് മുകളിൽ വന്ന പുതുപ്രതീക്ഷ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാനുണ്ടായ പരമപ്രധാനമായ ഘടകം. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 309 പോയിന്റുകൾ അഥവാ 0.62% നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടും ഫ്രാൻസ് മാർക്കറ്റ് 0.5% നഷ്ടത്തോടു കൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ജർമ്മൻ മാർക്കറ്റിന് 0.5% നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് തായ്ലാന്റ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ബ്രെന്റ് ക്രൂഡിന്റെ വില $68.05 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.77 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിലുള്ള ഉയർച്ച തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഏകദേശം 1.75% ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നതും. തൽഫലമായി ഗോൾഡിന്റെ വില $4589.85 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആര്യൻ പ്രോ സൊല്യൂഷൻസ് ഭോപ്പാൽ ഇൻഡോർ മെട്രോ പദ്ധതികളിൽ ഓട്ടോമേറ്റഡ് ഫെയർ കളക്ഷൻ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഏകദേശം 150 കോടി രൂപയുടെ ഒരു സുപ്രധാന കരാർ കമ്പനി നേടിയെടുക്കുകയുണ്ടായി. സിയാരാം റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസ് സാൻവി മെറ്റൽ ക്രാഫ്റ്റിൽ നിന്ന് 4.05 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. KP ഗ്രീൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് BSNL നിന്ന് 819 കോടി രൂപയുടെ പുതിയ വർക്ക് ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. മാരുതി സുസുക്കി ഇന്ത്യ ഗൊരാജ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ ഭൂമിക്കായി 4,960 കോടി രൂപയുടെ നിക്ഷേപത്തിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ അന്വേഷണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി AM ലെൻസ് എന്ന AI ടൂൾ കമ്പനി പുറത്തിറക്കി. റിലയൻസ് ഇൻഡസ്ട്രീസ് ചൈനീസ് സാങ്കേതിക വിദ്യ സുരക്ഷിതമാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിൽ ലിഥിയം അയൺ ബാറ്ററി സെല്ലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ കമ്പനി താൽക്കാലികമായി നിർത്തിവെച്ചതായി ബ്ലൂംബെർഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ബാറ്ററി സംഭരണ നിർമ്മാണത്തിനുള്ള തങ്ങളുടെ പദ്ധതികളിൽ നിന്ന് മാറ്റമില്ലെന്ന് ഇന്ന് തിങ്കളാഴ്ച കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. SBI ATMകളിൽ നിന്നല്ലാതെ പണം പിൻവലിക്കുന്നതിനായിട്ടുള്ള ഫീസ് ബാങ്ക് വർദ്ധിപ്പിക്കുകയുണ്ടായി. ബാലൻസ് ചെക്ക് ചെയ്യുന്നതിന് മുൻപ് 21 രൂപ പ്ലസ് GST ആയിരുന്നെങ്കിൽ അത് 23 രൂപ പ്ലസ് GSTയിലേക്കും, മിനിമം ബാലൻസ് ചെക്ക് ചെയ്യുന്നതിനായി 10 രൂപ പ്ലസ് GSTയിൽ നിന്ന് 11 രൂപ പ്ലസ് GST ആയിട്ടും ഉയർത്തുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.